പ്രിയ കുട്ടികളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +2 സ്റ്റേറ്റ് CBSE ICSE കുട്ടികൾക്കുള്ളൊരു പോർഷനാണ്. അതായത് പാർട്ട്ണർഷിപ്പിൽ അഡ്മിഷൻ. ഈ അഡ്മിഷനിൽ പുതിയ ആൾ ക്യാപിറ്റൽ കൊണ്ടുവരാത്തതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന മെത്തേഡ്. അതിന് കമ്പൈൻഡ് ക്യാപിറ്റൽ എന്ന് പറയും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയ ആളുടെ ക്യാപിറ്റലിന്റെ ബേസിസിൽ ഫേമിന്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇത് പുതിയ പാർട്ട്ണറുടെ ഷെയർ മാത്രമേ നമുക്ക് തരുള്ളൂ. പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ നമുക്ക് തരില്ല. നമ്മളത് കണ്ടുപിടിക്കണം. അതിന് നമ്മളുടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ആള് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതെന്നാണ്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് PK ലാസറുടെ ടെക്സ്റ്റിലെ ഒരു എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കുറെ അഡ്ജസ്റ്റ്മെന്റുകൾ ഉള്ളതുകൊണ്ട് അത് എടുത്തതാണ്. അപ്പൊ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ബാലൻസ് ഷീറ്റ് ആണ്. നമുക്ക് തന്നേക്കുന്നത് ജിതേന്ദ്ര, ധർമ്മേന്ദ്ര എന്ന 2 പാർട്ട്നേഴ്സ്. അവരുടെ ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 2:1 ആണ്. അതാണ് അവരുടെ ഓൾഡ് റേഷ്യോ. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ബാങ്ക് ലോൺ, റിസർവ്, അവരുടെ ക്യാപിറ്റല്, പിന്നെ ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ദേ അഡ്മിറ്റ് മിഥുൻ 1/5 ഷെയർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് മിഥുനിന്, പുതിയൊരാളാണ് മിഥുൻ, മിഥുനിന് 5 രൂപ ലാഭം കിട്ടിയ 1 രൂപ നിനക്ക് തരാമെന്ന കണ്ടീഷനിൽ മിഥുനെ ചേർത്തേക്കാണ്. ആ മിഥുനെ ചേർക്കുന്ന സമയത്ത് ഫേമിന്റെ അസറ്റിലും ലൈബിലിറ്റീസിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തരുന്നത്. സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് ₹12,000 എന്നാണ് പറഞ്ഞേക്കണേ. മിഥുനെ ചേർക്കുന്ന സമയത്ത് പ്രസന്റ് വാല്യൂ ആണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തരുന്നത്. ഞാൻ അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റ് തരുന്നത് ഇപ്പോഴത്തെ വിലയാണ്. സ്റ്റോക്കിന്റെ വില ആദ്യം ഉണ്ടായിരുന്നത് 14,500 ആണ്. ഇപ്പൊ നമ്മളോട് പറയാണ് ഇപ്പൊ സ്റ്റോക്കിന്റെ വില 12,000 ആണെന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ നമുക്കറിയാം കുറഞ്ഞേക്കാണ്, സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞേക്കാണ്. റീവാലുവേഷൻ അക്കൗണ്ടില് സ്റ്റോക്കിന്റെ വാല്യൂ കുറയുമ്പോൾ, അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ നമ്മൾ എവിടെ എഴുതുന്നേ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റോക്ക് എന്നാണ് എൻട്രി. അപ്പൊ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടില് സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നത് എപ്പോഴും ഓർത്ത് വെക്കാം. ഡിഫറൻസ് മാത്രമേ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതുള്ളൂ. അപ്പൊ ഈ തന്നിരിക്കുന്ന 14,500 അതുപോലെ തന്നെ ഈ 12,000 അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 2,500 നമ്മൾ സ്റ്റോക്കിന്റെ വാല്യൂ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ആൻഡ് ₹7,000 പ്രൊവൈഡഡ് ഫോർ ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സിന് എമൗണ്ട് കിട്ടാതെ വന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാറ്റിയിരിക്കുന്ന പ്രൊവിഷൻ ആണ് 700. പ്രൊവിഷൻ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതും ടു പ്രൊവിഷൻ എന്നും പറഞ്ഞ് ആ റുപ്പീസ് നമ്മൾ എഴുതും. തന്നേക്കണ എമൗണ്ട് ആണ്. പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് കണ്ടിട്ട് എഴുതിയേനെ. ഇത് എമൗണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. പിന്നെ നമുക്ക് തന്നേക്കണത് പ്ലാന്റ് ആൻഡ് മെഷീനറി വാല്യൂഡ് അറ്റ് 20% എബവ് ദ പ്രസന്റ് ബുക്ക് വാല്യൂ എന്നാണ് പറഞ്ഞേക്കണത്. എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 47,000 ആയിരുന്നു ആദ്യം. ഇപ്പൊ അവര് പറഞ്ഞേക്കാണ് 20% എബവ് ആണെന്ന്. അപ്പൊ ഈ 47,000ന്റെ 20% നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്കിത് കിട്ടും. അതായത് 47,000 ആണ് നമുക്ക് തന്നേക്കണേ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ. ഇതിന്റെ 20% എബവ് എന്നാണ് നമുക്ക് അവർ പറഞ്ഞേക്കണത്. അപ്പൊ കൂടിയേക്കാണ്. അപ്പൊ അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ ആണ് എൻട്രി. അപ്പൊ നമ്മൾ ഇപ്പുറത്ത് അത് എഴുതി. ഇനി നമ്മള് അടുത്തത് മിഥുൻ ബ്രിങ് ₹20,000 ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ആണ്. ഗുഡ്വിൽ 20,000 രൂപ അയാളുടെ ഷെയർ കൊണ്ടുവന്നു. പിന്നെ മിഥുൻ ഷുഡ് ബ്രിങ്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന പുതിയ അഡ്ജസ്റ്റ്മെന്റ്. മിഥുൻ ഷുഡ് ബ്രിങ് സഫീഷ്യന്റ് ക്യാപിറ്റൽ എന്നാ പറഞ്ഞേക്കണേ. സഫീഷ്യന്റ് ക്യാപിറ്റൽ മിഥുൻ കൊണ്ടുവരണം. ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലാണ് നമ്മൾ കമ്പൈൻഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതും നമുക്ക് ക്യാപിറ്റലാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിനി റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 6,200 കിട്ടും. ഇത് നമ്മൾ അവരുടെ ഓൾഡ് റേഷ്യോയില് 2/3 ആദ്യത്താക്കും, 1/3 രണ്ടാമത്താക്കും വീതിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ആദ്യത്താക്ക് 4133 കിട്ടും.
അതായത് നമുക്ക് ഡെസിമൽ ആയിട്ട് കിട്ടും. അപ്പൊ ഓർത്ത് വെക്കുക, ഡെസിമൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് 1 രൂപ കൂടുതൽ കൊടുക്കാം. ആ 5 കൂടുതൽ ഡെസിമൽ കഴിഞ്ഞ് 5 കൂടുതൽ വന്ന അയാൾക്ക് അത് 1 രൂപ കൂട്ടി കൊടുക്കാം. മറ്റേയാളുടെ കാണാൻ നമ്മളപ്പോ 6200 ഈ എമൗണ്ട് അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. ഈ 6200 4133 നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മറ്റേയാളുടെ എമൗണ്ട് കിട്ടും. അങ്ങനെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് നല്ല ഭംഗിയായിട്ട് വീതിച്ചു കൊടുത്തു. അടുത്തത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഇവരുടെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കൊണ്ടാണ്. അത് നമ്മൾ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും ക്യാപിറ്റൽ നമ്മൾ അവരവരുടെ കുളത്തിൽ നമ്മൾ എഴുതി. ഇത് 25,000 ആണ്. ഇനി ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് പുതിയ ആളുടെ ക്യാപിറ്റലാണ് നമ്മൾ എഴുതാറ്. സാധാരണ രണ്ടാമത് നമ്മൾ പുതിയ ആളുടെ ക്യാപിറ്റൽ എഴുതുന്നേ. ഇവിടെ പുതിയ ആളുടെ ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ വരച്ചിട്ടേക്കാണ്. നമുക്കത് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് നോക്കേണ്ടത് ബാലൻസ് ഷീറ്റില് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വീതിക്കുന്ന ഏതെങ്കിലും ഐറ്റം ഉണ്ടോ എന്ന് നോക്കണം. ഞാനത് നിങ്ങൾക്ക് ഇതിക്ക് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വീതിച്ചു കൊടുക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടെങ്കിൽ വീതിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കണേല് ജനറൽ റിസർവ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ റിസർവ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ അങ്ങോട്ട് വീതിച്ചു കൊടുത്തു. അപ്പൊ ആ വീതിച്ചിരിക്കുന്ന എമൗണ്ട് ആണ് ഈ 2667 1333. ഞാൻ എമൗണ്ട് ഇങ്ങനെ എഴുതാൻ കാരണം നമുക്ക് ഡെസിമൽ ഫിഗർ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ സമയം ഒരുപാട് ചെയ്ത് കാണിക്കുമ്പോൾ പോകും. അതുകൊണ്ടാണ് ഞാൻ എമൗണ്ട് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോ ഡെസിമൽ വരുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഒരാൾക്ക് 1 രൂപ കൂടുതൽ കൊടുത്താൽ മതി. അപ്പൊ റിസർവ് നമ്മൾ വീതിച്ചു. ഇനി അസറ്റ് സൈഡും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അസറ്റ് സൈഡിൽ നമുക്ക് വീതിക്കുന്ന ഗുഡ്വിൽ ഉണ്ടോ എന്ന് നോക്കണം. ഗുഡ്വിൽ അസറ്റ് സൈഡിൽ തന്നാൽ അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 എന്ന് പറഞ്ഞ് എഴുതേണ്ടതാണ്. അതിവിടെ ഇല്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടോ എന്ന് നോക്കണം അസറ്റ് സൈഡിൽ. അതും നമുക്ക് തന്നിട്ടില്ല. അപ്പോ നമ്മൾ ഇത് എഴുതി. ഇനി അഡ്ജസ്റ്റ്മെന്റിൽ ഒരു 20,000 രൂപ പുതിയ ആള് ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതാണ്. അതായത് 2:1 എന്ന റേഷ്യോയില് ആ ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ ഡെസിമൽ ഫിഗർ വന്നു. അപ്പൊ അതുകൊണ്ടാണ് എമൗണ്ട് അങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് എഴുതിയിട്ടത്. അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷനിൽ ഒരുപാട് സമയം പോകും. അപ്പോ അതും നമ്മൾ വീതിച്ചു കൊടുത്തു. അതുപോലെ തന്നെ റീവാലുവേഷനിൽ നമ്മൾ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ആ എമൗണ്ട് നമ്മൾ ഇവിടേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതും. ആദ്യത്തെയാൾക്ക് 4133, രണ്ടാമത്തെ ആൾക്ക് 2067. അത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യും. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്തപ്പോ ആദ്യത്തെ ആളുടെ 55,133, രണ്ടാമത്തെ ആളുടെ 35,067. അതാണ് നമുക്ക് രണ്ടുപേരുടെയും ക്യാപിറ്റൽ കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് മിഥുൻ കൊണ്ടുവരുന്നത് സഫീഷ്യന്റ് ക്യാപിറ്റൽ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ബേസിസിൽ എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടുപേരുടെയും ക്യാപിറ്റൽ നമ്മൾ ടോട്ടൽ ചെയ്യണം. അതാണ് ഈ മെത്തേഡ് കേട്ടോ. രണ്ടുപേരുടെയും പഴയ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. ഈ ടോട്ടല് എന്നത് ഓർത്ത് വെക്കാം, നമുക്ക് 90,200 കിട്ടി. അതായത് നമ്മൾ പുതിയ ആൾക്ക് കൊടുത്തിരിക്കുന്നത് 1/5 ഷെയർ ആണ്. നമ്മൾ മിഥുന് കൊടുത്തിരിക്കുന്നത് 1/5 ഷെയർ ആണ്. മിഥുന് 1/5 ഷെയർ കൊടുത്താൽ ബാക്കി വരുന്നത് 4/5 ആണ്. അപ്പൊ ഈ 4/5 എന്ന ഷെയർ ആണ് നമുക്ക് ഈ കിട്ടിയേക്കണ 90,200. ബാലൻസ് ഉള്ള 4/5 അതാണ് 90,200. അപ്പൊ നമുക്ക് മിഥുന്റെ കണ്ടുപിടിക്കണമെങ്കിൽ, മിഥുന്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഈ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 90,200ന്റെ 5/4 കണ്ടുപിടിക്കണം. 5/4 മനസ്സിലായില്ലോ അല്ലേ? മിഥുന് കൊടുത്ത 1/5 കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് 4/5. 4/5ന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ 1,12,750 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? അതില് 1/5 ഷെയർ ആണ് മിഥുന്റെ. അതായത് ടോട്ടൽ ക്യാപിറ്റൽ 1,12,750 ആണ്. ഇതിന്റെ 1/5 ആണ് മിഥുൻ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. അപ്പോ മിഥുൻ കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ 22,550 ആണ്. അപ്പൊ മിഥുന്റെ ക്യാപിറ്റൽ നമ്മൾ ഇവിടെ ബാലൻസ് എഴുതാം 22,550.
ഇതാണ് മിഥുന്റെ ക്യാപിറ്റൽ. അപ്പൊ പുതിയ ആളുടെ ക്യാപിറ്റൽ കണ്ടുപിടിച്ചത് മനസ്സിലായതല്ലേ? ഇതിന് നമ്മൾ കമ്പൈൻഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ടോട്ടൽ നമ്മൾ ഇവിടേക്ക് എഴുതാം. 55,133, 35,067, 22,550. മൂന്ന് പേരുടെയും ക്യാപിറ്റൽ നമ്മൾ ഇവിടേക്ക് എഴുതും. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതും ബാലൻസ് ക്യാരി ഡൗൺ. ഇത് തന്നെയായിരിക്കും നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ. കാരണം ലെഫ്റ്റ് സൈഡിൽ നമുക്കൊന്നും തന്നിട്ടില്ല കുറച്ച് എഴുതാനായിട്ട്. അപ്പൊ നമ്മൾ മൂന്ന് പേരുടെയും ക്യാപിറ്റൽ നമ്മൾ എഴുതി. അപ്പൊ നമുക്ക് മൂന്ന് പേരുടെയും ക്യാപിറ്റൽ കിട്ടി. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യണം. അപ്പൊ ഈ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ. അപ്പൊ ബാലൻസ് ഷീറ്റില് ഫസ്റ്റ് ഐറ്റം ക്രെഡിറ്റേഴ്സ് ആണ് നമുക്ക് തന്നേക്കണ ബാലൻസ് ഷീറ്റില്. ഈ ക്രെഡിറ്റേഴ്സിന് റീവാലുവേഷൻ അക്കൗണ്ട് നോക്കാം, അതിലുണ്ടോ നോക്കാം. ഇല്ല, ഉണ്ടെങ്കിൽ സെയിം സൈഡ് ആണെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ മൈനസ് ചെയ്യാം. അപ്പൊ ക്രെഡിറ്റേഴ്സിനൊന്നുമില്ല. അപ്പൊ നമുക്ക് ക്രെഡിറ്റേഴ്സ് അത് തന്നെയാണ് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത്. ഇനി ബിൽസ് പേയബിൾ അതും റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇല്ല. അപ്പൊ അത് തന്നെയായിരിക്കും നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത്. പിന്നെ ബാങ്ക് ലോൺ അതും നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇല്ല. അപ്പൊ നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ അത് തന്നെ എഴുതാം. റിസർവ് നമ്മൾ വീതിച്ചെഴുതി, ഇനി അത് വരില്ല. റിസർവ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വീതിച്ചു, ഇനി അത് പുതിയ ബാലൻസ് ഷീറ്റിൽ വരില്ല. ഇനി ജിതേന്ദ്ര ആൻഡ് ധർമ്മേന്ദ്ര ഇവരുടെ ക്യാപിറ്റൽ നമ്മൾ എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കണ്ടുപിടിച്ച ക്യാപിറ്റൽ ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഞാനിത് മാച്ചിട്ട് ഇവിടെ കാണിക്കുകയാണ്. അതായത് നമ്മൾ കണ്ടുപിടിച്ച ക്യാപിറ്റൽ ജിതേന്ദ്ര 55,133, രണ്ടാമത്തെ 35,067. ഇനി ഒരാളും കൂടി വരണം. മിഥുൻ വരണ്ടേ? പുതിയ ആള് മിഥുൻ എന്ന് പറഞ്ഞുകൊണ്ട് മിഥുൻ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 22,550 നമ്മൾ എഴുതും. ഇത്രയാണ് നമുക്ക് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ വരുന്നത് കേട്ടോ, പുതിയ ബാലൻസ് ഷീറ്റിൽ. ഇനി അസറ്റ് സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ക്യാഷ്. അസറ്റ് സൈഡിൽ നമുക്ക് ക്യാഷ് ആണ് ഫസ്റ്റ് ഐറ്റം. അപ്പൊ നമ്മൾ ക്യാഷ് എഴുതുമ്പോൾ മക്കൾ ഓർത്ത് വെക്കാം, ഈ ക്യാഷിന്റെ കൂടെ, അതായത് ഇപ്പൊ ഞാനിത് മാറ്റിയാണ്, ക്യാഷ് 17,500 ആണ്. ഇതിന്റെ കൂടെ നമ്മൾ പുതിയ ആള് കൊണ്ടുവന്ന ഗുഡ് വില്ല് 20,000ഉം പുതിയ ആള് കൊണ്ടുവന്ന ക്യാപിറ്റൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്, അതായത് 22,550. ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ക്യാഷ് എഴുതാൻ കേട്ടോ. അതായത് ക്യാഷ് എഴുതുമ്പോൾ നമുക്ക് പഴയ ബാലൻസ് ഷീറ്റിൽ തന്നേക്കണ ക്യാഷിന്റെ കൂടെ പുതിയ ആള് കൊണ്ടുവന്ന അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വില്ലും അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ക്യാഷിൽ കാണിക്കാൻ. പിന്നെ ഡെപ്റ്റേഴ്സ് നമ്മൾ എഴുതുമ്പോൾ ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ ഉണ്ട്, കണ്ടോ 700 പ്രൊവിഷൻ ഉണ്ട്. അത് ഇവിടെ റൈറ്റ് സൈഡും അവിടെ ലെഫ്റ്റും അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡെപ്റ്റേഴ്സ് എഴുതുമ്പോൾ ഈ 9,000 700 മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാനായിട്ട്. അടുത്തത് ബിൽസ് റിസീവബിൾ, അത് മാറ്റമൊന്നുമില്ല, അത് തന്നെയായിരിക്കും. ഇനി സ്റ്റോക്ക് എഴുതുമ്പോൾ സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 14,500 എന്ന സ്റ്റോക്കിന്റെ കൂടെ സ്റ്റോക്കിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മളത് മൈനസ് ചെയ്യും. പുതിയ ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ നമ്മളത് മൈനസ് ചെയ്താണ് കാണിക്കേണ്ടത്. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി എഴുതുമ്പോൾ അത് സെയിം സൈഡാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ എമൗണ്ട്, അതായത് പഴയ ബാലൻസ് ഷീറ്റും റീവാലുവേഷൻ അക്കൗണ്ടുമാണ് നമ്മൾ എടുക്കുന്നതെന്ന് ഓർത്ത് വെക്കുക എപ്പോഴും. പഴയ ബാലൻസ് ഷീറ്റും റീവാലുവേഷൻ അക്കൗണ്ടും സെയിം സൈഡ് ആയപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ആ ഐറ്റം നമ്മൾ എഴുതി. അപ്പൊ ചേഞ്ചസ് ഇല്ലാത്തത് അത് തന്നെ എഴുതാം, ചേഞ്ചസ് ഉള്ളത് ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, സെയിം സൈഡ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇത് എഴുതി കഴിയുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് രണ്ട് സൈഡും ഒരുപോലെ കിട്ടുന്നതാണ്. അപ്പൊ ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കിയിട്ട് ബാലൻസ് ഷീറ്റ് ഒരേപോലെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് കമന്റിൽ കാണിക്കാം. പിന്നെ ഇത് ഇപ്പോൾ ഇനി നമ്മൾ അഡ്മിഷൻ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇനി റിട്ടയർമെന്റ് ആണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ കാണിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കമന്റിൽ കൂടി തന്നെ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്യുക. എക്സാം അടുത്ത് വരാണ്. അപ്പം നമ്മളിനി കൂടുതൽ വീഡിയോ, നമ്മളിനിപ്പോൾ റിട്ടയർമെന്റിന്റെ വീഡിയോ ആണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക.
എങ്കിൽ മാത്രമേ എനിക്കും അത് ഉപകാരമാകുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ.